മറ്റു വാർത്തയിലേക്ക് കടക്കുകയാണ്. സിൻഡിക്കേറ്റ് അംഗങ്ങളെ അധിക്ഷേപിച്ച് കേരള സർവകലാശാല വിസി. ഇടതംഗങ്ങൾ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവരാണെന്ന് മോഹനൻ കുന്നുമ്മൽ ആരോപിച്ചു. എഴുത്തും വായനയും അറിയാത്തവർ പറയുന്നത് അനുസരിക്കേണ്ട കാര്യമില്ല. രജിസ്ട്രാർ കോടതിയിൽ ഹാജരാക്കിയത് വ്യാജരേഖകളാണെന്നും സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്ത യോഗത്തിൽ വിസി ആരോപിച്ചു. CPM അനുകൂല ജീവനക്കാർ യോഗം ബഹിഷ്കരിച്ചു. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, ഇന്ന് ഹൈക്കോടതിയിൽ നടക്കം രൂക്ഷമായ വിമർശനമാണ് ഈ രജിസ്ട്രാർക്കെതിരായ നടപടിയുമായി ബന്ധപ്പെട്ട് വിസിക്കെതിരെ ഉണ്ടായിട്ടുള്ളത്. അതിനിടെയാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളെ വിസി അധിക്ഷേപിച്ചിരിക്കുന്നത്. എന്തായിരുന്നു ആ അധിക്ഷേപം? എപ്പോഴായിരുന്നു അങ്ങനെ ഒരു പരാമർശം വിസിയുടെ ഭാഗത്തുനിന്നുണ്ടായത്? ദിവ്യ, കേരള സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ജീവനക്കാരെ മോശമായി പെരുമാറി അവരെ ഭീഷണിപ്പെടുത്തി എന്ന പരാതി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ആരോപണം ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് സർവകലാശാലയിലെ സംഘടനാ പ്രതിനിധികളുടെ യോഗം VC മോഹനൻ കുന്നുമ്മൽ വിളിച്ചു ചേർത്തത്. ഈ യോഗത്തിലാണ് സിൻഡിക്കേറ്റ് അംഗങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പരാമർശം മോഹനൻ കുന്നുമ്മലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവരാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസവും എഴുത്തും അറിയാത്ത ഇവർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കേണ്ടതില്ല എന്നുള്ളതാണ് സംഘടനാ പ്രതിനിധികളോട് വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ പറഞ്ഞത്. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ നേരത്തെ ഇവരെ ഭീഷണിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട പരാതികളും ഒപ്പം തന്നെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പോലീസിൽ നൽകിയ പരാതിയും ഉൾപ്പെടെയുണ്ട്. സിൻഡിക്കേറ്റ് ഹാളിന്റെ റൂമിന്റെ താക്കോൽ ഉൾപ്പെടെ VC കൈവശപ്പെടുത്തിയെന്നത് ഉൾപ്പെടെയുള്ള പരാതി രജിസ്ട്രാറും നൽകിയിട്ടുണ്ട്. ഇങ്ങനെ പോര് കടുക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ സംഘടനാ പ്രതിനിധികളുടെ യോഗത്തിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരായ കടുത്ത നിലയിലുള്ള ഇത്തരം അധിക്ഷേപ പരാമർശം VCയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഹൈക്കോടതി ഒരു സുപ്രധാന നിരീക്ഷണം നടത്തിയതിന് തൊട്ട് പിന്നാലെ ചേർന്ന യോഗത്തിലാണ് ഇത്തരത്തിലുള്ളൊരു അധിക്ഷേപ പരാമർശം VCയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തത്. എന്തായാലും ഇക്കാര്യത്തിൽ രജിസ്ട്രാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് അത് വ്യാജരേഖയാണ് എന്നും യോഗത്തിൽ വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ പറഞ്ഞു. നിലവിൽ ഹൈക്കോടതി തന്നെ ഇക്കാര്യത്തിൽ ചില നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ആർക്കാണ് സർവകലാശാലയുടെ അധികാരപരിധി എന്നും രജിസ്ട്രാറുടെ അധികാരം, രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ അധികാരം ഏതെന്നുമൊക്കെ ചോദിക്കുന്നതിനിടയിലാണ് അങ്ങനെ ഒരു നിരീക്ഷണങ്ങൾ നടത്തിയതിനിടയിലാണ് നടപടിയെ അത് ഹൈക്കോടതി അടക്കം ചോദ്യം ചെയ്തിട്ടും VC ഇപ്പോഴും ന്യായീകരിക്കുകയാണ്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഹൈക്കോടതി പക്ഷേ ഒരു അന്തിമ ഉത്തരവ് ഇക്കാര്യത്തിൽ പുറപ്പെടുവിച്ചിട്ടില്ല. ചില നിരീക്ഷണങ്ങളും ചില ചോദ്യങ്ങളും ഒക്കെ ഹൈക്കോടതി ഉയർത്തിയിരുന്നു. അത് പക്ഷേ ഒരുപക്ഷെ VCക്ക് എതിരായ ചില നിരീക്ഷണങ്ങൾ തന്നെയായിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ രജിസ്ട്രാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന രേഖകൾ അത് വ്യാജമാണ് എന്നുള്ള ഒരു വാദം, പുതിയ വാദം വൈസ് ചാൻസലറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നാണ്. ഒരുപക്ഷെ ഇക്കാര്യത്തിൽ ഹൈക്കോടതി മറ്റന്നാൾ കേസെടുക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ തിരിച്ചടി ഉണ്ടാകുമെന്നൊരു ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണോ ഇത്തരത്തിലൊരു പുതിയ വാദം എന്ന് അറിഞ്ഞുകൂടാ. അത് ഒരു ജീവനക്കാരുടെ സംഘടനകൾ പങ്കെടുത്ത യോഗത്തിൽ തന്നെ ഇത്തരത്തിലുള്ളൊരു കാര്യം VCയുടെ ഭാഗത്തുനിന്ന് അത്തരമൊരു അധിക്ഷേപ പരാമർശം ഉണ്ടാകുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും ഇക്കാര്യത്തിൽ നേരത്തെ സർവകലാശാലയിൽ പലതരത്തിലുള്ള കേസുകൾ, അതായത് ക്രിമിനൽ കേസുകളിലേക്ക് ഉൾപ്പെടെ കടന്ന കേസുകളുണ്ട്. ഒപ്പം തന്നെ ഇന്ന് ചേരേണ്ടിയിരുന്ന ഒരു സർവകലാശാല സിൻഡിക്കേറ്റിന്റെ സബ് കമ്മിറ്റി യോഗമുണ്ടായിരുന്നു. അത് വിദ്യാർത്ഥികളുടെ ഗ്രേസ് മാർക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ട യോഗമായിരുന്നു. NCC, NSS ഒപ്പം തന്നെ ഈ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് 4 വർഷ ബിരുദവുമായി ബന്ധപ്പെട്ട ഗ്രേസ് മാർക്ക് നൽകുന്നതിന്റെ യോഗമാണ് ഇന്ന് വിളിച്ചു ചേർക്കേണ്ടിയിരുന്നത്. പക്ഷേ ഈ സിൻഡിക്കേറ്റ് റൂമിന്റെ താക്കോൽ നൽകാൻ VCയുടെ ചുമതലയുള്ള രജിസ്ട്രാർ മിനി കാപ്പൻ തയ്യാറായില്ല. അതിനെ തുടർന്ന് ഈ യോഗം മാറ്റിവെക്കുന്ന സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയി. അങ്ങനെ പലതരത്തിൽ ഉള്ള ഒരു അധികാര വടംവലി തന്നെയാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്.